വയനാട് തുരങ്കപാതയെ ചൊല്ലി LDF-ൽ അഭിപ്രായ ഭിന്നത. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടുവട്ടം ചിന്തിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശാസ്ത്രീയമായ പഠനത്തിനു ശേഷമേ വികസനം നടപ്പാക്കാവൂ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് വട്ടം ചിന്തിക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിലാണ് കേരളം നിൽക്കുന്നത്. ഭൂമിക്ക് എല്ലാം താങ്ങാൻ കഴിവില്ല. അത് പ്രകൃതി പലവട്ടം നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ സംഭവങ്ങൾ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ തുരങ്കപ്പാതയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം വേണമെന്നാണ് CPI പറയുന്നത്. ശാസ്ത്രീയമായ പഠനം കൂടാതെ മുന്നോട്ട് പോകുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീർച്ചയായിട്ടും അഭിപ്രായമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷാണ് ചേരുന്നത്. അജീഷ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് തുരങ്കങ്ങൾ ലോകത്ത് ഒരിടത്തും ദുരന്തമുണ്ടാക്കുന്നതായി കണ്ടെത്തലില്ല എന്നതാണ്. അപ്പോൾ ഈ തുരങ്കങ്ങളൊക്കെ എവിടെ? അതൊരു പരിസ്ഥിതി ലോല മേഖലയിലായിരുന്നു എന്നതൊരു ചോദ്യമാണ്. പക്ഷേ CPI അതിൻ്റെ പ്രഖ്യാപിത നിലപാട് പണ്ട് തൊട്ടുള്ള നിലപാടിൽ തന്നെയാണ്. ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്ന് ഈ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടു തവണ ആലോചിക്കണം എന്ന് ബിനോയ് വിശ്വം പറയുന്നു. അപ്പോൾ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ CPIയുടെ കൃത്യമായ ഒരു നിലപാടിലേക്കുള്ള ഒരു നീക്കം കൂടിയാണല്ലോ അത്. അഗർഷീന, നേരത്തെ തന്നെ ഈ അതിരപ്പള്ളിയിലെ ഈ ജലവൈദ്യുത പദ്ധതി ആ കാലഘട്ടം മുതൽ തന്നെ CPIക്ക് ഇത്തരത്തിലുള്ളൊരു നിലപാടാണുള്ളത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലവട്ടം ആലോചിച്ച് മാത്രമേ വികസന പദ്ധതികൾ നടപ്പിലാക്കാവൂ എന്നായിരുന്നു CPIയുടെ നിലപാട്. ഇപ്പോൾ ഈ വയനാട്, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് CPI ഇപ്പോൾ ഈ വയനാട് കോഴിക്കോട് തുരങ്കപാതയ്ക്കെതിരെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ പശ്ചിമഘട്ടം വളരെ ലോലമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായാണ് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. പശ്ചിമഘട്ടം വളരെ ലോലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വൻകിട വികസന പദ്ധതികൾ നടത്തുമ്പോൾ രണ്ട് വട്ടം ആലോചിച്ച് നടപ്പിലാക്കാവൂ. അതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ വേണം. എന്നാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള സാമൂഹിക പാരിസ്ഥിതിക അനുമതികളൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ വയനാട് തുരങ്കപാതയുടെ ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. 1643 കോടി രൂപയുടെ വലിയ വൻകിട പദ്ധതിയാണ്. മലബാറിലെ തന്നെ ഏറ്റവും സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഈ വയനാട് തുരങ്കപാത. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോവുകയാണ്. തൽക്കാലം ഈ ദുരന്തവുമായി ഇതിനെ കൂട്ടിക്കിഴക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഈ രണ്ട് മുന്നണികൾ, പ്രധാന മുന്നണികൾക്കകത്ത് തന്നെ ഇതിനെതിരെ ഒരു എതിർപ്പ് നിലവിൽ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. സർക്കാർ എന്തായാലും ഇതിൻ്റെ ടെൻഡർ നടപടികൾ അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഏപ്രിൽ മാസം അതിൻ്റെ ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടാണ്. 25ലധികം കമ്പനികൾ ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർക്കാരിനെ സമീപിക്കുകയും ചെയ്തു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ സർക്കാർ ഇത് പുനഃചിന്തിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ശരി, വയനാട് തുരങ്കപാതയുടെ ടെൻഡർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെ ആണ് CPIയുടെ നിലപാട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വൻകിട വികസന പദ്ധതികളിൽ ഭരണകക്ഷിയുടെ തന്നെ ഭാഗമായ CPIയുടെ നിലപാട് എത്രത്തോളം നിർണായകമാകും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാകാം അത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് തിരുവനന്തപുരത്ത് നിന്ന്.